ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു പണി പുരോഗമിക്കുകയാണ്. പക്ഷേ ഇന്ന് വൈകിട്ടായപ്പോഴേക്കും ശക്തമായിട്ട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും വെള്ളം കുതിച്ചൊഴുകിയതുമാണ് തടസ്സം ഉണ്ടാക്കിയത്. പക്ഷേ ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി ആളുകൾക്ക് വാഹനങ്ങളിൽ തന്നെ മുണ്ടക്കൈയിലേക്ക് പോകുവാനും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും കഴിയും. അതുപോലെ തന്നെ മുണ്ടക്കൈയിൽ നിന്ന് തിരിച്ച് ചൂരൽമലയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനും കഴിയും. ഇപ്പോൾ അത് നടക്കുന്നത് താൽക്കാലികമായുള്ള തടിപ്പാലത്തിലൂടെയായിരുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതുപോലെ തന്നെ കയറിൽ തൂക്കിയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അത് പക്ഷേ ബെയിലി പാലം വരുന്നതോടുകൂടി കുറച്ചുകൂടി വേഗത്തിൽ നടപ്പാക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അത് സാധ്യമാവുകയും ചെയ്യും. അത് നാളെയോടുകൂടി തന്നെ ബെയിലി പാലം, സൈന്യത്തിന്റെ ബെയിലി പാലം നാളെ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. കാലാവസ്ഥ ചതിച്ചില്ല എങ്കിൽ വൈകിട്ടോടുകൂടി അതിശക്തമായ മഴയായിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നാളെയും വയനാട്ടിൽ ശക്തമായ മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുമുണ്ട്. അതാണ് രക്ഷാദൗത്യത്തിന് തടസ്സമായി നിൽക്കുന്നതും. ഇപ്പോഴും മുണ്ടക്കൈയിൽ ധാരാളം ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. വീടുകൾ പലതും നിലം പൊത്തുകയും അതിൻ്റെ മേൽ വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ, അതിനു മുകളിൽ മണ്ണ്, അങ്ങനെ ആകെ കൂടി എന്ത് ചെയ്യണം എന്നറിയാതെയാണ് ഇന്ന് രാവിലെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ മുണ്ടക്കൈയിലെത്തിയത്. ആ ദൃശ്യങ്ങൾ കരളലിയിക്കുന്ന കാര്യങ്ങളായിരുന്നു, നെഞ്ചു പിടയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ മുണ്ടക്കൈയിൽ കാണാൻ കഴിഞ്ഞത്. ആളുകളെ പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. മുണ്ടക്കൈയിൽ ഇപ്പോഴും ഉറ്റവർ ഉള്ളിലുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നത് കേൾക്കാമായിരുന്നു. വീടുകൾ അവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത് എന്നതിൽ പോലും കൃത്യമായിട്ട് കണ്ടെത്തുവാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് മുണ്ടക്കൈയിൽ ഉള്ളത്. ഇപ്പോൾ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് എന്നോടൊപ്പമുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇതിപ്പോൾ ഈ കണക്കെടുപ്പ് നടത്തുക എന്നുള്ളത് അസാധ്യമാണെന്ന് ഇപ്പോൾ തന്നെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. എത്ര പേരെ കാണാനില്ല എന്നതിനൊരു ഔദ്യോഗികമായ കണക്ക് കിട്ടുക ബുദ്ധിമുട്ടുമാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ രക്ഷാദൗത്യം എന്തായാലും ഇതിനപ്പുറത്തേക്ക് കാര്യക്ഷമമാക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായും രക്ഷാദൗത്യം വളരെ സമയബന്ധിതമായി നടക്കുന്നു, വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നടക്കുന്നു. സൈന്യം വന്നിട്ടുണ്ട്, ബെയിലി പാലം പണിയുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് മനുഷ്യസാധ്യമായ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും രക്ഷാദൗത്യത്തിന്റെ മേഖലയിൽ നടന്നു തന്നെ വരികയാണ്. തീർച്ചയായും കാലാവസ്ഥ വളരെ പിന്നെ മഞ്ജുഷ് ജി ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് ഒരു ഇത് ഉണ്ട്, ഒരു അഭിപ്രായമുണ്ട്. മഴ ചതിച്ചു എന്നൊരു വാക്ക് പറഞ്ഞു. ആ ചതിച്ചു എന്നത് പ്രയോഗം ശരിയല്ല. കാരണം മഴയെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് സീസണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറഞ്ഞതാണല്ലോ. 1924 പ്രളയം വന്നു, 100 വർഷമാകുന്നു, ഈ വർഷത്തെ കാലാവസ്ഥ ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും എല്ലാ ലേഖനങ്ങളിൽ, എഴുത്തുകളിൽ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എല്ലാവരും പറഞ്ഞതാണ്. ഈ മഴക്കാലം നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു മുൻ അനുഭവം നമുക്ക് കിടപ്പുണ്ട് ആഗസ്റ്റിലെയും ഈ ജൂലൈ ആഗസ്റ്റ് മാസം. അപ്പോൾ അതുകൊണ്ട് മഴ ചതിച്ചു എന്നുള്ളതല്ല, ശക്തമായ മഴ കാടുകളിൽ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അതിശക്തമായ മഴ കഴിഞ്ഞ് 2 ആഴ്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ ഇപ്പോൾ ഈ കുത്തിയൊലിക്കുന്ന വെള്ളം കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണല്ലോ. കാട്ടിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്, മലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഒരു കാര്യം, 3 മലകൾ ചേരുന്ന ഒരു വി ഷേപ്പ്ഡ് വാലി, ഒരു താഴ്വരയിലാണ് ഈ ഉരുൾപൊട്ടലുണ്ട് പ്രഭവസ്ഥാനം. ആ 3 മലകൾ ചേരുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ കുത്തൊഴുക്കാണ് ഉണ്ടായിരിക്കുന്നത്. 84 അവിടെ പ്രളയം, ഇത് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. അന്ന് മുതലേ അതൊരു സെൻസിറ്റീവ് ഏരിയയാണ്. അല്ലെ പിന്നെ വെള്ളം ഇങ്ങനെ കുറച്ച് ഇരിക്കത്തുണ്ടോ? അപ്പോൾ പല കാരണങ്ങളാൽ ആ മണ്ണ്, ആ മല വളരെ സെൻസിറ്റീവായൊരു മലയായി മാറി. അവിടെ മുകൾ ഭാഗത്ത് 3 മലകളുടെ താഴ്വര ഇടുക്ക് സ്ഥലത്ത് ഇതുപോലത്തെ സംവിധാനമൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ എന്ത് സംഭവിച്ചു? ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഈ കാണുന്ന ദൃശ്യം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ്. ബെയിലി പാലം പണിയുന്ന തിരക്കിലായിരുന്നു സൈന്യം. ആ സമയത്താണ് വെള്ളം കുതിച്ചു പാഞ്ഞെത്തിയത്. ഇത് ഇന്ന് പെയ്തതല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉടൻ പെയ്തിങ്ങ് വരുന്നതല്ല. ഇത് കണ്ടിന്യൂസ് ഇന്നലെ രാത്രിയൊക്കെ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേച്ച്മെന്റ് ഏരിയയിൽ, നദിയുടെ ചാലിയാർ പുഴയുടെ കേച്ച്മെന്റ് ഏരിയ കൂടെയാണിത്. വളരെ ശക്തമായ മഴ ഇന്നലെയൊക്കെ അവിടെ പെയ്ത് കാണും. അതാണ് സമയമെടുത്ത് വെള്ളരിമലയും ഈ പറയുന്ന മുണ്ടക്കയും എല്ലാ മലകളും 3 മലകൾ ചേരുന്നതാണ്. ഈ 3 മലകൾ ചേരുന്നതിൻ്റെ വി ഷേപ്പ്ഡ് വാലിയുടെ ഒരു താഴ്വര പ്രദേശത്താണ് ഈ ഇതിൻ്റെ മോൾ ഭാഗം. അവിടെ നിന്ന് വരുന്നതാണ്, കുത്തി ഒലിച്ച് വരുന്നുണ്ട്. ശക്തമായ മഴ വരുന്നതാണ്. അത് 3 മലകളുടെയും മഴവെള്ളത്തിന് ഒന്നിച്ച് സംഗമിച്ച് വരാൻ പറ്റുന്ന ഒരു 1-2 പോയിന്റുകൾ ഈ മലനിരകളുടെ മുകളിലുണ്ട്. അവിടെ വെച്ച് ഇത് സംഗമിച്ച് എല്ലാം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര വെള്ളമാണ് ഒരേ സമയം വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പം സ്പേസും കൊടുത്തല്ലോ. ഈ കെട്ടിടങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഒഴുകാനുള്ളൊരു സ്പേസും ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് ഈ മഴ താഴേക്ക് വരും. അത് ശക്തമായി തന്നെ വെള്ളം ഒഴുകുകയും ചെയ്യുന്നുണ്ട്.
ഇന്ന് രാവിലെ മുണ്ടക്കയിൽ എത്തിയ സമയത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അവിടെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകളിൽ നിന്ന് എന്താണ് അവിടെ ഈ രക്ഷാദൗത്യത്തിനുള്ള തടസ്സം എന്ന കാര്യം അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ അങ്ങോട്ട് എത്തിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുമുണ്ട്. കാരണം ആകെയുള്ളത് ആ ഒരു തടിപ്പാലം മാത്രമായിരുന്നു. ഈ ഉപകരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്ന് മുറിച്ച് നീക്കുക എന്നുള്ളതും മണ്ണ് നീക്കുക എന്നുള്ളതും വളരെ ശ്രമകരമായ കാര്യമാണ്. വീടുകളിൽ ആളുകൾ കുടുങ്ങിപ്പോയി കാണും. വീടുകളിൽ ആളുകൾ നന്നായി കുടുങ്ങിപ്പോയി കാണും. കിടന്നുറങ്ങിയ സമയമാണല്ലോ, രാത്രിയല്ലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി ആളുകൾ കുടുങ്ങി കിടക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് എണീറ്റ് പോകാൻ കഴിയാത്ത സാഹചര്യം വരും. സ്വാഭാവികമായിട്ട് അവരെ പുറത്തൊക്കെ തടിയും മണ്ണും കല്ലുമൊക്കെ സിമൻറ്റും ഒക്കെ കിടക്കുകയായിരിക്കും. അപ്പോൾ അത് ആ ഒരു പ്രശ്നമുണ്ട്, വളരെ വലിയ പ്രശ്നമാണത്. JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയൊക്കെ പോയാൽ മാത്രമേ, നല്ല ഉപകരണങ്ങളും മെഷീനും ഒക്കെ പോയാൽ മാത്രമേ നമുക്കത് പൊളിച്ചെടുക്കാനൊക്കെ പലതും കഴിയുകയുള്ളൂ. അത് വലിയ വിഷയം തന്നെയാണ്.